ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത്രയും പണം എവിടെ നിന്ന് കിട്ടി? എന്നാൽ അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് തോന്നിയപ്പോൾ ആദിത്യൻ മിണ്ടാതിരുന്നു. എന്നാൽ ആവണി വിടാൻ തയ്യാറല്ലായിരുന്നു. അവൾ വീണ്ടും ആവർത്തിച്ചു, പറ ആദിത്യ, ആരാണ് നിനക്ക് ചെക്ക് തന്നത്? അവസാനം ആദിത്യൻ ഒരു കള്ളം പറയാൻ തീരുമാനിച്ചു. അത് പിന്നെ ഞാനിതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയതാ. അവൻ ഈ അടുത്തായി അവൻ്റെ കമ്പനിയിൽ നിന്നും ഒരുപാട് ക്യാഷ് കിട്ടിയിരുന്നു. അവനിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവൻ എന്നെ സഹായിക്കാമെന്ന് സമ്മതിച്ചതാണ്. അത് കേട്ടെങ്കിലും ആവണി അത്ഭുതത്തോടെ അവനെ നോക്കി. ഇന്നവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് പരിഹരിച്ചതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു. അവൻ പിന്നെയും വിശദീകരിച്ചു. അവനിത് പെട്ടെന്നൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. അവനിപ്പോൾ ഇന്ത്യക്ക് പുറത്താണുള്ളത്. അതുകൊണ്ട് ഇത് സാവധാനം തിരികെ കൊടുത്താൽ മതി. നീ ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അത് പറയുമ്പോൾ ആദിത്യൻ സ്നേഹത്തോടെ ആവണിയുടെ കണ്ണുകളിലേക്ക് നോക്കി. വിവാഹത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് അവൻ അവളുടെ ഭംഗി ഇത്ര അടുത്തു നിന്ന് കാണുന്നത്. പെട്ടെന്ന് അവൻ ബോധത്തിലേക്ക് തിരികെ വന്നു ക്ലോക്കിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ആവണി, വേഗം പോവാം. ആലോചിച്ച് നിൽക്കാൻ നേരമില്ല. ഇനി 45 മിനിറ്റ് കൂടെയുള്ളൂ. അച്ഛനും അമ്മയും അവിടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ആദിത്യൻ പറഞ്ഞപ്പോഴാണ് ആവണിയും സമയം നോക്കിയത്. അവൾ അവിടേക്ക് വന്നിട്ട് കുറേ സമയം കഴിഞ്ഞിരുന്നു. ഇനി ഒരുപാട് ചിന്തിച്ച് സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് അവർക്ക് സ്റ്റോറിലേക്ക് തിരികെ എത്തണം. അല്ലെങ്കിൽ അച്ഛനെ അവർ ജയിലിലേക്ക് അയക്കും. ആവണി ആദിത്യനെയും കൂട്ടി വേഗം തന്നെ അവിടെ നിന്നും പോയി. അതേസമയം ജയരാജും ഗീതയും അപ്പോഴും ആ സ്റ്റോറിൻ്റെ ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. അവരുടെ ചുറ്റും ഒരുപാട് ബോഡി ഗാർഡ്സ് നിൽക്കുന്നുണ്ട്. അവരെല്ലാം മാനേജറുടെ ആജ്ഞയ്ക്കായി വെയിറ്റ് ചെയ്യുകയാണ്. മാനേജർ കമ്മീഷണറെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു സമയം അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം മാനേജർ ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. നിങ്ങളുടെ മോളും മരുമോനും ഇതുവരെ എത്തിയിട്ടില്ല. അവർക്ക് ക്യാഷ് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല. എന്തായാലും നിങ്ങൾ ജയിലിലേക്ക് പോകാൻ റെഡി ആയിക്കോളൂ. ജയരാജും ഗീതയും ആകെ പേടിച്ചുപോയി. മാനേജർക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ സാധിക്കുന്നതിന് മുമ്പ് ആദിത്യനും ആവണിയും ഗേറ്റ് കടന്ന് അങ്ങോട്ടേക്ക് വരുന്നത് എല്ലാവരും കണ്ടു. അവരെ രണ്ടുപേരെയും കണ്ടപ്പോൾ ജയരാജിൻ്റെ കണ്ണുകൾ വിടർന്നു. അയാൾ ആകെ പരിഭ്രമത്തിലായിരുന്നു. ഗീത ആകാംക്ഷയോട് ചോദിച്ചു, എന്തായി മോളെ, ക്യാഷ് കിട്ടിയോ? ഞങ്ങൾ ആകെ പേടിച്ചുപോയി. ആവണി അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഇതാ ചെക്ക്. നമുക്കിത് കൊടുത്ത് വേഗം തന്നെ പോവാം. അത് കണ്ടപ്പോൾ ഗീതയ്ക്ക് വളരെ സന്തോഷം തോന്നി. ആവൂ, ആശ്വാസമായി. കണ്ടോ മോളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അശോക് നിന്നെ സഹായിക്കുമെന്ന്. അവൻ ശരിക്കും ഒരു നല്ല മനസ്സുള്ളവനാണ്. ആദിത്യനെ പോലെയല്ല. ആ പണം അശോക് കൊടുത്തതാവും എന്നാണ് ഗീത കരുതിയത്. പണം കണ്ടപ്പോൾ ഗീതയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അതിനിടയിലും അവർ ദേഷ്യത്തോടെ ആദിത്യനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, നോക്ക്, ഈ ചെക്ക് കണ്ടോ? ഇതാണ് അന്തസ്. അശോക് എൻ്റെ മോളുടെ ഫ്രണ്ടായത് ഭാഗ്യം. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെ? നീ ഇന്ന് തന്നെ ഇവിടെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. നിന്നെപ്പോലെ ഒരുത്തൻ കാരണം എൻ്റെ മകളുടെ ജീവിതം നശിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ഒരുപാട് സ്വർണം കൊണ്ട് മൂടേണ്ട പെണ്ണാണ്. എന്നിട്ടിപ്പോ ഇവളുടെ അവസ്ഥ കണ്ടില്ലേ? അതും പറഞ്ഞ് ഗീത തലയിൽ കൈവച്ചു. അവിടെ ഒരു ചെയറിലിരുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ ആവണിക്ക് സഹിച്ചില്ല. അവൾ ആദിത്യനെ നോക്കി. എന്നിട്ട് അമ്മയോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. അതങ്ങനെയല്ല അമ്മേ, സത്യത്തിൽ ആദിത്യനാണ്. എന്നാൽ ഗീത അവളെ പറഞ്ഞു മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. ആവണി മിണ്ടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഈ ഇടയെ നിനക്കിപ്പോൾ നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാതായിട്ടുണ്ട്. നിന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ട പോലെ നടക്കുന്ന ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ എന്താ ഇപ്പോഴും ഇവനെ ഒഴിവാക്കാത്തത്? പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചകൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന് താമസിക്കില്ലേ? ഒരു കാലം കഴിയുമ്പോൾ അവ തനിയെ തിരിച്ചു പോകും. അതുപോലെ കരുതിയാൽ മതി ഇതും. ഗീത പരിസരബോധമില്ലാതെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന മാനേജറും ബോഡി ഗാർഡ്സും പരസ്പരം നോക്കി. എന്നാൽ എല്ലാവരും അത് കേൾക്കുന്നുണ്ട് എന്ന ഭാവമൊന്നും ഗീതയ്ക്കില്ലായിരുന്നു. എന്നാൽ അശോകിന്റെ കാര്യം പറയുമ്പോഴെല്ലാം ആവണിക്ക് അവനിന്ന് ചെയ്ത പ്രവൃത്തിയാണ് ഓർമ്മ വന്നത്. അമ്മ ഇനി ഒരിക്കലും അവനെ ന്യായീകരിക്കരുത് എന്നുള്ളതുകൊണ്ട് ആവണി വാശിയോടെ അപ്പോൾ തന്നെ പറഞ്ഞു, അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ ക്യാഷ് എനിക്ക് തന്നത് അശോകല്ല, ആദിത്യനാണ്. അവൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ്. ആവണിയുടെ വാക്കുകൾ എല്ലാവരെയും ഞെട്ടിച്ചു. ഗീതയും ജയരാജും അത്ഭുതത്തോടെ ആദിത്യനെ നോക്കി. ഗീത സംശയത്തോടെ നിന്നു. പിന്നെ അവനെ പരിഹസിച്ചു. ഓ, ശരിക്കും ഒരു ഫ്രണ്ട് എന്നാണോ? അതോ നീ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയതാണോ? ഞാനും ഒന്ന് നോക്കട്ടെ നിന്റെ ഏത് ഫ്രണ്ടാണ് നിനക്ക് ഈ 30 ലക്ഷമൊക്കെ തന്നതെന്ന്. നീ അവനെ ഒന്ന് വിളിച്ചേ. എനിക്ക് ഈ പറഞ്ഞ ഫ്രണ്ടിനോടൊന്ന് സംസാരിക്കണം. ഇത് കേട്ടപ്പോൾ ആദിത്യൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കാൻ തുടങ്ങി. നീ എന്തിനാണ് ഈ നോക്കുന്നത്? കോൾ ചെയ്യുന്നില്ലേ? അമ്മേ, അവൻ ഇവിടെയല്ല താമസിക്കുന്നത്. ബിസിനസ് ആവശ്യത്തിനായി അവൻ പുറത്താണ്. അവൻ്റെ സെക്രട്ടറിയാണ് എനിക്ക് ചെക്ക് തന്നത്. ആദിത്യൻ മടിച്ചു മറുപടി പറഞ്ഞു. ആദിത്യൻ പിന്നെ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സ്റ്റോർ മാനേജർ അവരുടെ അടുത്തേക്ക് വന്നു. അവർ കുറേ സമയമായി അവിടെ ഇരുന്ന് പരസ്പരം തർക്കിക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അയാൾക്ക് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കണമായിരുന്നു. മാനേജർ പറഞ്ഞു, അവിടെ നടന്നതും പിന്നീട് മണിക്കൂറുകളായി അവിടെ നടക്കുന്ന തർക്കങ്ങളുമെല്ലാം സ്റ്റോറിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ കുടുംബ നാടകമൊക്കെ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് മതി. എനിക്കിപ്പോൾ തന്നെ എൻ്റെ ക്യാഷ് കിട്ടണം. ഓക്കെ, ഇതാ നിങ്ങളുടെ ക്യാഷ്. അത് കേട്ട് ആവണി ആ ചെക്ക് എടുത്ത് മാനേജർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അയാൾ അതും വാങ്ങി അവിടേക്ക് വരുന്ന മറ്റ് കസ്റ്റമേഴ്സിനരികിലേക്ക് പോയി. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഗാർഡുകളും സ്റ്റോറിൻ്റെ മറുവശത്തേക്ക് പോയി. പക്ഷേ ഗീതയുടെ സംശയം ഇപ്പോഴും ആദിത്യനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അത് മനസ്സിലാക്കിയെന്ന വണ്ണം ആവണി മുന്നോട്ട് വന്ന് പറഞ്ഞു,
അമ്മേ, അശോക് പണം തരണമെങ്കിൽ അവനോടൊപ്പം ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അവൻ ഇങ്ങനെ മുമ്പ് പല പെൺകുട്ടികളോടും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാ ഇപ്പോൾ ജയിലിൽ പോവേണ്ട ഗതി വന്നത്. അവൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ അവന് കിട്ടണം. ആദിത്യൻ ഇന്ന് കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അശോക് എന്നെ മിസ്യൂസ് ചെയ്തേനെ. ഇത് കേട്ട് ഗീത അത്ഭുതത്തോടെ ആദിത്യനെ നോക്കി. അവർക്കപ്പോഴും തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ജയരാജ് ആശങ്കയോടെ ചോദിച്ചു, മോളെ, നിനക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇല്ലച്ചാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആവണി ആശ്വാസത്തോടെ മറുപടി പറഞ്ഞു. ജയരാജിന് അത് കേട്ടപ്പോൾ വളരെ ആശ്വാസം തോന്നി. ഇപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദിത്യൻ എവിടെ നിന്നാണ് ഈ ക്യാഷ് കിട്ടിയതെന്നൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല. അവനത് കൊണ്ടുവന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. ജീവിതത്തിൽ ഇത് ആദ്യമായാണ് അവൻ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും ചെയ്യുന്നത്. അയാൾ എല്ലാം ഒന്ന് ഒതുങ്ങി തീർന്ന ആശ്വാസത്തിൽ പറഞ്ഞു. ഉടനെ ഗീത അയാൾക്ക് നേരെ ചാടി. ഇവൻ എന്ത് നല്ല കാര്യം ചെയ്തെന്നായി പറയുന്നേ? ആരിൽ നിന്നാണ് ഈ പണം കടം വാങ്ങിയതെന്ന് ആർക്കറിയാം? ഇപ്പോൾ തന്നെ ഇവനിത് തിരികെ നൽകേണ്ടി വരും. കടം തീർക്കാൻ ഇവിടെ കുറെ പണം കുന്നുകൂട്ടി വെച്ചതുപോലെയാ അവൻ ഇപ്പോൾ ആരോടൊക്കെയോ ഇരുന്ന് പണം കൊണ്ട് വന്നേക്കുന്നത്. ഗീതയുടെ പ്രകടനം അതിരുകടക്കുന്നുണ്ടെന്ന് ഉത്തമ ബോധ്യമുള്ള ആവണി ചുറ്റും നോക്കി. അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു. അമ്മേ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. ദേ കണ്ടോ, എല്ലാവരും നമ്മളെ തന്നെയാ നോക്കുന്നത്. അപ്പോഴാണ് ഗീതയ്ക്കും സ്ഥലകാല ബോധം വന്നത്. പിന്നെ അധികം സമയമെടുക്കാതെ എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങി. അവർ വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. ആദിത്യൻ ഫോണിൽ എന്തോ നോക്കുകയായിരുന്നു. ആദിത്യനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഗീത നഷ്ടപ്പെടുത്താറില്ല. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, ആഹാ, കൊള്ളാലോ, സാറ് വന്നിട്ട് വെറുതെ നിൽക്കുകയാണോ? പോയി എനിക്കൊരു ചായ ഇട്ടോണ്ട് വാ. ഓരോരോ പൊല്ലാപ്പ് കാരണം ടെൻഷൻ അടിച്ച് മനുഷ്യന്റെ തല വെട്ടി പൊളിയുക. ആദിത്യൻ അത് കേട്ട് തല കുലുക്കി. ശരിയമ്മേ. അപ്പോൾ ഗീത പരിഹാസത്തോടെ കൂട്ടിച്ചേർത്തു, ആ പിന്നെ ഒരു കാര്യം കൂടെ, ചായയിൽ പാലും പഞ്ചസാരയൊക്കെ ശ്രദ്ധിച്ചിട്ടാ മതി. നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ല അത്. ഇത് കേട്ടപ്പോൾ ആദിത്യൻ അറിയാതെ ചിരിച്ചുപോയി. കാരണം ആവണിയുടെ മുത്തച്ഛനായ ബാലകൃഷ്ണപിള്ളയ്ക്ക് ബിസിനസ് ആരംഭിക്കാൻ പണം നൽകിയത് ആദിത്യന്റെ മുത്തച്ഛനായിരുന്നു. ഒരു കാലത്ത് ബാലകൃഷ്ണപിള്ളയുടെ പൂർവികർ പള്ളിക്കൽ കുടുംബത്തെ സേവിച്ചിരുന്നവരാണ്. അവന്റെ മുഖത്ത് അറിയാതെ വിരിഞ്ഞ കള്ളച്ചിരി കണ്ട് ഗീത ദേഷ്യത്തോടെ ചോദിച്ചു, എന്തിനാ ചിരിക്കുന്നത്? ഇത്തവണ ചായ നല്ലതല്ലെങ്കിൽ അത് പിന്നെ കപ്പിലല്ല ഉണ്ടാവുക, നിന്റെ മുഖത്തായിരിക്കും. എന്നാൽ ആദിത്യൻ അതിനോട് പ്രതികരിക്കാൻ നിന്നില്ല. അവൻ തല കുലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആദിത്യൻ പോയപ്പോൾ ഗീത പിന്നെ ജയരാജനും ആവണിക്ക് നേരെ തിരിഞ്ഞ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, തൽക്കാലം അവിടെ ആ ചെക്ക് കൊടുത്തെന്ന് കരുതി ആ പണം ഇനി തിരികെ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആദിത്യൻ എവിടെ നിന്ന് കൊണ്ടുവന്നതായാലും നമ്മൾ തന്നെ ആ കടം വീട്ടണ്ടേ? ഇപ്പോൾ അത് നമ്മുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കുരുക്ക് പോലെയാണ്. ഇത് കേട്ടപ്പോൾ ആവണി തന്റെ സേവിങ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കാരണം ആദിത്യൻ വാങ്ങിയ പണം എത്രയും വേഗം തിരികെ നൽകേണ്ടി വരും. പക്ഷെ എന്തു ചെയ്യും? അപ്പോഴേക്കും ആദിത്യൻ പതിവ് പോലെ ഡിന്നറിനെ പറ്റി ചോദിക്കാൻ വന്നു. കാരണം ഗീതയ്ക്കും ജയരാജനും വീട്ടിൽ പലപ്പോഴും വ്യത്യസ്ത ടേസ്റ്റുകളാണ്. വരും വഴി അവൻ ആവണി സംസാരിക്കുന്നത് കേട്ടു. അമ്മേ, എന്റെ സേവിങ്സിലുള്ളതൊക്കെ നമുക്കിപ്പോൾ തന്നെ ആദിത്യന്റെ ഫ്രണ്ടിന് കൊടുക്കാം. ബാക്കി ഞാൻ പതിയെ കൊടുത്തോളാം. ഗീത ഒന്ന് മൂളി. ആദ്യം അവന്റെ ആ ഫ്രണ്ടിന് ബാക്കി ക്യാഷ് പിന്നെ കൊടുത്താൽ മതിയൊന്ന് ചോദിക്കേ. കാരണം കൂടി വന്നാൽ ഒരു 5 ലക്ഷമൊക്കെ അല്ലേ നിന്റെ കയ്യിൽ ഇപ്പോൾ കാണൂ. എന്റെ പേടി അയാൾ അതൊന്നും പറ്റില്ല എന്ന് പറയുമോ എന്നാണ്. അപ്പോഴേക്കും ആദിത്യൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, അമ്മേ, അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കണ്ട, അത് പിന്നെ കൊടുത്താൽ മതി. അത് കേട്ടപ്പോൾ ഗീതയ്ക്ക് ഒരിത്തിരി ആശ്വാസമായി. അങ്ങനെയാണെങ്കിൽ നമുക്കത് പിന്നീട് കൊടുക്കാം. എന്നാൽ ആവണിക്ക് അതത്ര ശരിയായി തോന്നിയില്ല. കടം വാങ്ങിയാൽ അത് പറ്റുന്ന പോലെ വേഗം തിരിച്ചു കൊടുക്കണം എന്നതാണ് അവളുടെ പോളിസി. ഇപ്പോൾ കുറച്ചെങ്കിലും കൊടുത്താൽ അത്രയും ഭാരം കുറയും എന്നാണ് ആവണി ആലോചിച്ചത്. അവൾ പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അമ്മേ, ഇപ്പോൾ ആദിത്യൻ എന്റെ കയ്യിലുള്ള ആ 5 ലക്ഷം രൂപ കൊടുത്തേക്ക്. മനസ്സില്ലാ മനസ്സോടെ ഗീത അതിന് സമ്മതിച്ചു. അതെ, അതങ്ങ് കൊടുക്കുന്നത് തന്നെയാ നല്ലത്. നിന്റെ ഒന്നിനും കൊള്ളാത്ത ഭർത്താവിനെ പോലെ ആർക്കും ഒരു ഭാരമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ആവണിയോട് പിറുപിറുത്തു. ആവണി ഒന്ന് മൂളിക്കൊണ്ട് ആദിത്യന് നേരെ തിരിഞ്ഞു. ആദിത്യ, നീ പണം ആ ഫ്രണ്ടിന് നൽകുമ്പോൾ എന്റെ സ്പെഷ്യൽ താങ്ക്സ് പറയണം. അയാൾ നമുക്ക് അത്ര വലിയൊരു സഹായമാണ് ചെയ്തത്.